ശരിക്കും കവിതയൊക്കെ ഉള്ളിലുണ്ട്. ഈ എപ്പോഴെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും ചൊല്ലി നോക്കൂലേ? അപ്പൊ ഞങ്ങളൊക്കെ ബാത്റൂമിൽ പാടുന്നവരാ. ഞാൻ ബാത്റൂമിൽ ഗംഭീരമായിട്ട് പാടുന്നു. ബാത്റൂമിൽ ഗംഭീരമായിട്ട് പാടിയിട്ട് ഞാൻ തന്നെ എന്തൊരു പാട്ടാടേതെന്നൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും ബാത്റൂമിൽ പാടാത്ത മനുഷ്യന്മാരല്ല. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ വീട് റെനോവേറ്റ് ചെയ്തപ്പം ബാത്റൂമിനകത്തൊരു സ്പീക്കർ, ആഡംബരം ഒന്നുമല്ല കേട്ടോ, ആഗ്രഹങ്ങളാണ്, സ്പീക്കർ ചെയ്ത ഒരാളാണ്. ഒരു സ്പീക്കർ ചെയ്തിട്ട് ഇപ്പം എനിക്കിപ്പോൾ, കാരണം ഈ ഫോണിൽ പാട്ട് കേൾക്കുമ്പം ഈ ഫോൺ താഴെ വീഴുമെന്ന് പേടിക്കണം, വെള്ളത്തിൽ പോകുമെന്ന് പേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാവുമല്ലോ. പിന്നെ കോൾസ് വരുമ്പോൾ പാട്ട് കട്ടാകും. ബാത്റൂമിനകത്തൊരു സ്പീക്കറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാട്ട് കേട്ട് ഇപ്പം ബാത്റൂമിൽ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പാട്ട് ഇപ്പം പിന്നെ ഇപ്പം യാത്ര ചെയ്യുമ്പോഴല്ല, അപ്പം അത് MLA ആയിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴായാലും എപ്പോഴും പാട്ടുള്ള വണ്ടിയാണ്. പാട്ടുള്ള വണ്ടിയാണ് കേട്ടോ MLA-യുടെ വണ്ടി. എപ്പോഴും പാട്ട് വെക്കുന്നതാണ്. കവിതകൾ ഭയങ്കര ഇഷ്ടമാണ്. കവിതകൾ പുതിയ കാലഘട്ടത്തിലെ കവിതകളും പഴയ കാലഘട്ടത്തിലെ കവിതകളും. കവിത ആകുമ്പോൾ പാടണ്ടല്ലോ, ചൊല്ലിയാൽ മതിയല്ലോ. അപ്പൊ കവിത ചൊല്ലാം. അയ്യോ, ഞാൻ ചൊല്ലുമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന കവിതകളിലൊന്നാണ് ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി എന്നുള്ള പാട്ട്. ആ പാട്ട് ഇടക്കാലത്ത് വേറെ അതിലൊന്ന് രണ്ട് വരികളിലൂടെ വീണ്ടും ഹിറ്റായത് ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയപ്പോഴായിരുന്നു. അതിനകത്ത് മുരളി ഇങ്ങനെ ഗിറ്റാറൊക്കെ എടുത്തിട്ട് കാലം ഇനി ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പാടുമ്പം കുറെ ആളുകൾ സെർച്ച് ചെയ്ത് ഇതേതാണ് പാട്ടെന്ന് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ട് ഏതാ, കാരണം ഇടയ്ക്കത്തൊരു വരിയാണ്. അപ്പം ആർദ്രമീ ധനുമാസം കക്കാട് സാറിന്റെ കവിതയാണെന്നും അത് നമുക്കിങ്ങനെ കേൾക്കുന്നത് വേണുഗോപാലിന്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാൻ ഇഷ്ടമാണ്. ഇനി അതുപോലെ തന്നെ ഈ പരുക്കനായി പാടുന്ന പനച്ചൂരാന്റെ കവിതകൾ ഇപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ മീറ്റ് ദ കാൻഡിഡേറ്റിന്റെ ഒക്കെ സ്ഥിരം പാട്ടായിരുന്നു വലയിൽ വീണ കിളികളാണെന്ന്. അപ്പം ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു, വലയിൽ വീണ് വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷി. ഭയങ്കര ഇഷ്ടമാണ്. കാട്ടാക്കട പലപ്പോഴും ഞങ്ങൾക്ക് എതിരായിട്ടാണ് എഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിയോട് സംസാരിക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കവിതകൾ എപ്പോഴും കേൾക്കും, അനാഥനെപ്പോഴും കേൾക്കാറുണ്ട്. അതിനകത്ത് മാത്രം ഒരു രാഷ്ട്രീയം ഉള്ളത്. ഇങ്കുലാബിൻ മക്കൾ ആരും അറിഞ്ഞില്ല, ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിലെവിടെയും ഭരണത്തിലല്ലയോ നോട്ടത്തൊക്കെ പറഞ്ഞു. ഇതിനകത്തൊരു രാഷ്ട്രീയമൊക്കെ ഉണ്ട്, കവിതകളൊക്കെ കേൾക്കും. പിന്നെ ഹിന്ദി സോങ്സ് ഒക്കെ നിരന്തരമായിട്ട് ആരാധിക്കുന്ന ഒരു രാഹുൽ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ കരക്കമ്പി. എനിക്കങ്ങനെ അങ്ങനെ ഭാഷയൊന്നുമില്ല. നല്ല പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പാട്ടുകൾക്ക് അങ്ങനെ ചോയ്സുകളില്ല, എല്ലാം ഇഷ്ടമാണ്, എല്ലാം പോകും. പിന്നെ ഡാപ്സിയുടെ ഒക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട്, വേടന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. തളിർവെറ്റിലെ ഉണ്ടോയും കേൾക്കും, വട്ടയപ്പവും കേൾക്കും, രണ്ടും കേൾക്കും. തളിർവെറ്റിലെ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് എന്താ അതിന്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ചിത്രയിച്ചു തന്നു അല്ലേ, ഭയങ്കര മനോഹരമായിട്ട് ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് അതില് ഇടക്കത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ. നടവഴിയിടകൾ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടി അവലിൻ കഥ പോലെ ഇവളുടെ പരിണയ കഥ പറഞ്ഞു, പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിട്ട്. ഏറ്റവും രസം പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു എന്നാണ്. പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. കല്യാണത്തിന്റെ നല്ല രസമാണല്ലോ. നല്ല എനിക്ക് ആ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. അതെ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതെ അതെ, നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, പക്ഷെ അത് ശിവചേട്ടൻ എഴുതി വെച്ചപ്പോഴാണ് പറഞ്ഞു പലരായിട്ട് പറഞ്ഞു ഇങ്ങനെ ആ പരിണയ കഥ എല്ലാരും പറഞ്ഞിട്ട് പറയാതറിഞ്ഞവർ ഇങ്ങനെ പരിഭവം പറഞ്ഞിട്ട് പോവുകയാണ്. ഭയങ്കര രസമാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളുണ്ട്. ഇപ്പോഴത്തെ മോശമാണെന്നല്ല, ഇപ്പോഴത്തെ പാട്ടുകൾ നമ്മളതുപോലെ ആസ്വദിക്കുന്നതാണ്. എനിക്ക് സിനിമ ഇഷ്ടമാണ്. ഇപ്പോഴൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയേണ്ടി വരും. ഇപ്പോഴൊക്കെ അല്ല, ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിനകത്ത് അതിനകത്ത് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിലെ ചില കഥാപാത്രങ്ങളാണല്ലോ അവര്, അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഫെമിനിസം ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു ഫെമിനൈൻ ചിന്താഗതിയൊക്കെ ഫെമിനിസം ഒക്കെ ഡെവലപ്പ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ഒരു വലിയ ഒരു റവല്യൂഷനാണ്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിപ്ലവമാണ്. നവോത്ഥാനത്തിന് മുമ്പുള്ള കാലഘട്ടമുണ്ട്, നവോത്ഥാനത്തിന് ശേഷമുള്ള കാലഘട്ടം. നവോത്ഥാനമാണ് അതിന്റെ ബെഞ്ച് മാർക്ക്, അതാണ് ആളുകളെ മാറ്റുന്നത്. അപ്പൊ അതിനു മുന്നേയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ വേണം കാണാൻ. അതൊന്നും എത്തപ്പെടാത്ത കാലമായി വേണം നമ്മൾ അതിനെ കണക്കാക്കാനായിട്ട്. അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിപ്പോ നമ്മുടെ പല പഴയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ വരും. അവരാണ് കൂടുതലായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രസംഗം വഴി വിവാദത്തിൽ വരുന്ന പഴയ നേതാക്കന്മാരാണ്. അവരുടെ പ്രധാനപ്പെട്ട കാരണം അവരതില്ലാത്ത കാലഘട്ടത്തിലാണ് സംസാരിച്ച് ശീലിച്ച് തുടങ്ങിയത്. അത് ശരിയാണെന്ന് ചോദിച്ചല്ല. ഇപ്പം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആളുകളുടെ ശരീരരൂപം വെച്ചിട്ട് ഇരട്ട പേരുകളുണ്ടായിരുന്നു.
ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ അങ്ങനെ ഒരു പേര് കേൾക്കാൻ കഴിയും പണി ആ ഇടപാട് തീരും. അത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ കാലഘട്ടമാണ്. ഇനി ആ കാലഘട്ടത്തിൽ പോലും അപ്പം ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ഒരു പ്ലോട്ടാണ്, ഒരു പിള്ളേക്കൊല്ലി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി, ഒരു ക്രിമിനലിനെ പറ്റി ഇങ്ങനെ കേട്ടു, ഒരു ത്രെഡായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കാണ്. അപ്പൊ അയാളെ കാണിക്കുമ്പം അയാൾ ചെയ്ത ക്രൂരതയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതിനെതിരായ അതാണല്ലോ, അത് കാണിച്ചല്ലേ പറ്റൂ. ഗ്ലോറിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ആ ഒരു കാലഘട്ടത്തിന്റെ സിനിമകളാണ്. അതിപ്പം നരസിംഹവും ആറാം തമ്പുരാനും പിന്നെ രാവണപ്രഭുവും ദേവാസുരവും ഒക്കെ വിലയിരുത്തുമ്പം അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അതൊക്കെ ഇറങ്ങിയത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇതൊക്കെ ഇറങ്ങിയത്. പക്ഷെ അന്ന് നമ്മളതൊക്കെ ആസ്വദിച്ചിരുന്നു. ഈ സിനിമയെ കുറിച്ച് ചോദിക്കും പോലെ 10 പ്രണയഗാനം ഇഷ്ടപ്പെട്ട ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സസൈസ് ആവും. ഞാൻ കുടുങ്ങിപ്പോവും. കുടുങ്ങട്ടെ. അപ്പൊ എല്ലാവർക്കും പ്രണയിനികളൊക്കെ ഓർത്തു വെച്ചോളാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞത് ഏത് പാട്ടാണെന്നുള്ളത് ഓർക്കാൻ പറ്റുന്ന അവസരമാണ്, റീകളക്ട് ചെയ്യാൻ പറ്റുന്ന അവസരം. പാട്ടുകൾ ഓർക്കാൻ പറഞ്ഞ റഹ്മാന്റെ ഒരുവിധം എല്ലാ പാട്ടുകളും ഇഷ്ടം. കാതൽ റോജാവെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. റുക്കുമണിയെ ഇഷ്ടമാണ്. മുതൽവനിലെ എല്ലാ പാട്ടുകളും, മുതൽവനിലേക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ദിൽസേറെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ വിഷമം തോന്നി, ഇത് പറഞ്ഞില്ലല്ലോ. ഇപ്പം സന്യാസിനെ തൊട്ട് ഇങ്ങോട്ട് വരുമ്പം ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ നിന്ന് ഒരു നറു പുഷ്പമായി, പിന്നെ നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഇഷ്ടമാണ്. പറയാതെ അറിയാതെ ഇഷ്ടമാണ്. പറയാൻ മറന്ന പരിഭവങ്ങൾ ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമല്ലാത്ത പാട്ടുകളായിരിക്കും കുറവ് തോന്നുന്നു. മിഴിയിൽ നിന്ന് മിഴിയിലേക്ക് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇഷ്ടമാണ്. കളഭം തരാം ഇഷ്ടമാണ്. ചന്ദ്രോത്സവം ഭയങ്കര രസമുള്ള സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര കണ്ട് തിയേറ്റർ വിജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിനകത്ത് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നൊരു ഡയലോഗുണ്ട്. ഈ ചിറക്കൽ ശ്രീഹരി കല്യാണം കാണാനായിട്ട് വരികയാണ്. ഇങ്ങയുടെ കല്യാണം കാണാനായിട്ട് വരുമ്പം ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ കൂടെ ശ്രീരാമനും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു വെള്ളവടി സെറ്റപ്പിലേക്ക് ഇരുന്നിട്ട് ചീപ്പിന്റെ അടുത്തൊക്കെ നിന്നിട്ട്, അപ്പോൾ അന്നേരമാണ് ഭീമന്റെ കുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തവളക്കണ്ണി എന്നിരട്ട പേര് ആര് വിളിച്ചാലും തിരിഞ്ഞു തന്നറിയാവുന്നത്ര വിളിച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നു പോയിട്ട് മുന്നോട്ട് പോയിട്ട് ഏറ്റവും അവസാനം നോക്കടാ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രസമുള്ളൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നുമില്ല. ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചു വന്നവളെന്നും, പിന്നെ കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ നോക്കിയിരുന്ന് നേരം വെളുപ്പിക്കാൻ കൂട്ടിരുന്നൊക്കെ കൂട്ടുകാരി എന്നൊക്കെ പറയുന്ന നല്ല രസം, ഭയങ്കര എക്സ്ട്രീം റൊമാൻസിലൊരു നല്ല സിനിമയാണ് ചന്ദ്രസ്. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, ഈ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പക്ഷെ തിയേറ്ററിൽ അക്കാലത്ത് അത്ര കണ്ട് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുള്ള ചില സിനിമകളുണ്ട്. ഓർത്തപ്പോ പറഞ്ഞു പാട്ടുകൾ എക്സസൈസ് ചെയ്യും. പാട്ടുകൾക്കൊപ്പം സൗഹൃദത്തിനെ ഒരുപാട് മാനിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഷാഫി മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെ സൗഹൃദത്തിന്റെ കൂടെ സഹോദരൻ എന്നൊക്കെ തുല്യമായിട്ടുള്ള സ്നേഹമുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വാചാലനാവും. അതേപോലെ തന്നെയാണ് മമ്മൂക്കയെ കുറിച്ച് ഇടയ്ക്ക് പറയുന്നത് കേട്ടപ്പോൾ, മമ്മൂക്കയായിട്ട് ശരിക്കും പേഴ്സണലി ഒരു ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും അങ്ങനെ ഒരു ആളെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ അത്തരം ഒരു ആളാണ് ഷാഫി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അതൊന്ന് പറയൂ. ഞാൻ എല്ലാവരോടും ഓക്കെയാണ്. എല്ലാവരോടും ഒരു മിനിമം ബന്ധം എല്ലാവരോടും ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ചില ആളുകളുണ്ട്, ഞാനത് വളരെ ചൂസ് ചെയ്യാണ്, സെലക്റ്റീവാണ്. കാരണം ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുന്ന, അത് സുഹൃത്തുക്കളായാലും ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുന്ന ആളാണ്. അതുകൊണ്ട് ഞാനത് ഭയങ്കര ചൂസ് ചെയ്യാണ്. സുഹൃത്തുക്കളിപ്പം കോളേജ് കാലത്തൊക്കെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്, പൊതുപ്രവർത്തനത്തിൽ പഠിച്ച സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇപ്പം പിന്നെ അങ്ങയുടെ ചോദ്യത്തിൽ ചോദിച്ച പേരുകാരും പ്രശസ്തരായതുകൊണ്ടാണ് അവരെ പറയുന്നത്. ഞാൻ ജോബി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു സർക്കിളിൽ അറിയണമെന്നില്ല, ഞാൻ റിനോ എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല, ഞാൻ അനിൽ എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല, ഫെന്നി എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളാണല്ലോ, സുഹൃത്തുക്കളാണല്ലോ നമ്മളെ രൂപപ്പെടുത്തുന്നത്. അപ്പം ഷാഫിക്ക ഒരു പൊളിറ്റിക്സിനകത്ത് പേഴ്സണലായിട്ട് പൊളിറ്റിക്സിൽ തുടങ്ങി പേഴ്സണൽ ലൈഫിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളിൽ ഒരാളാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ അതിനെപ്പറ്റി പറച്ചിൽ നിർത്തി. കാരണം അത് ഭയങ്കര റിപ്പീറ്റഡ് ആയി വരുന്നത്. നമ്മളതൊരു ഒരു ഈസ് ഓഫ് ഡൂയിങ് റിലേഷൻഷിപ്പ് ആണല്ലോ, ഒരു ബന്ധം ഇങ്ങനെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പൊ വിഷ്ണുവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ചെറുതിലെ തൊട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പം ബൽറാമേട്ടൻ വളരെ അടുത്ത സുഹൃത്താണ്, ഹൈബിച്ചേട്ടൻ വളരെ അടുത്ത സുഹൃത്താണ്. പറയാൻ പോയി കഴിഞ്ഞാൽ ആരുടെയൊക്കെ പേര് റോജേട്ടൻ, അങ്ങനെ വേണ്ടല്ല, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതേസമയം തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട് അവരെ നമ്മളിങ്ങനെ എപ്പോഴും ഒബ്സർവ് ചെയ്യും, അവരെ കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ്, അവരോട് യാത്ര ചെയ്യും, അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്.